പ്രിയപ്പെട്ടവർ, നമസ്കാരം. ഇതൊരു അപൂർവമായ വേദിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഗാനരചയിതാവിന് നാം സമർപ്പിക്കുന്ന ആദരവേദിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയാണ് 2024. പി ഭാസ്കരൻ എന്നുള്ള പേര് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ എത്രയോ കാലങ്ങളായിട്ട് കേട്ടുപോകുന്ന പേരാണ്. അദ്ദേഹം കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു, നിർമ്മാതാവായിരുന്നു, നടനായിരുന്നു. അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകളില്ല. അദ്ദേഹത്തിൻ്റെ ഗാനവേദികളിലൂടെ ഞാനും നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ വി.ടി. മുരളിയും സഞ്ചരിക്കുന്നു. ഞങ്ങളിതിനു മുമ്പും 1-2 വേദികളിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പരിപാടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വലിയ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു മുന്നൊരുക്കത്തോടു കൂടിയ പരിപാടിയല്ല. ഞാൻ പറയും, അദ്ദേഹം പാടും. വാക്കുകൾ കൊണ്ട്, സംഗീതം കൊണ്ട് ആ മഹാനായ എഴുത്തുകാരനെ, കവിയെ, ഗാനരചയിതാവിനെ ഞങ്ങളൊന്ന് തൊട്ടു നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ആത്മാവിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. തച്ചോളി ഉദയനൻ എന്നുള്ളൊരു സിനിമ പ്രായം ചെന്ന് നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. അതിൻ്റെ ഷൂട്ടിങ് ഇവിടെ ലോകനാർക്കാവിൽ വെച്ചായിരുന്നു. ഞാനൊക്കെ വളരെ കൊച്ചുകുട്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമ തച്ചോളി ഉദയനാണ്. അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ടുള്ളൊരു ഓർമ്മ. ലോകനാർക്കാവിലെ ചിറയുടെ ഓരത്ത് വെച്ചാണ് അതിലൊരു പാട്ട് ചിത്രീകരിച്ചത്. തച്ചോളി ഉദയനിലെ പാട്ടുകളുടെ ഒരു സവിശേഷത, വടക്കംപാട്ടിനെ ആശ്രയിച്ചു കൊണ്ടുള്ള നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ആദ്യകാലത്തൊക്കെ ഭാസ്കരൻ മാഷാണ് അത്തരം സിനിമകളിലൊക്കെ പാട്ടെഴുതിയത്. ഭാസ്കരൻ മാഷ് പാട്ടെഴുതുമ്പോൾ അത് വടക്കൻ പാട്ടിലെ വരികളെ അതിശയിക്കുന്നു. അഞ്ഞനക്കണ്ണും ആലിലത്താലിയും അറപ്പുരവാതിലും ഒക്കെയും കടന്നു വരുന്നു. കള്ളനവൻ വന്നില്ല തോഴിമാരെ എന്നൊന്നും വടക്കൻ പാട്ടിൽ നമ്മൾ വായിക്കില്ല. അതൊക്കെ ഭാസ്കരൻ മാഷ് ഉണ്ടാക്കിയതാണ്. വടക്കൻ പാട്ടിലെ ചില പ്രയോഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച അതിമനോഹരമായ ഒരു വടക്കൻ ഗാനം, അഞ്ഞന കണ്ണെഴുതി ആലിലത്താല് ചാർത്തി, ബാബുക്കയുടെ സംഗീതം. നമസ്കാരം. സുധീഷ് സൂചിപ്പിച്ചതുപോലെ ഈ സാധാരണ ഞാൻ തനിയെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. സുധീഷും ഞാൻ തമ്മിൽ കമ്പൈൻഡായിട്ട് ചില പരിപാടികൾ യൂണിവേഴ്സിറ്റിയിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സുധീഷിൻ്റെ സെലക്ഷൻ കൂടി പാട്ടുകളിൽ വരുന്നത്. മറ്റെൻ്റെ സെലക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലും വടക്കംപാട്ടിൻ്റെ ഈ നാട്ടിൽ വടക്കംപാട്ടിൻ്റെ ഒരു സിനിമയിൽ 1964 തോന്നുന്നു ഈ സിനിമ വന്നതല്ലേ. പക്ഷേ 61 ഉണ്ണിയാർച്ച എന്ന സിനിമ വന്നിട്ടുണ്ട്. ആദ്യത്തെ വടക്കൻ പാട്ട് സിനിമ എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയാണ്. അതിൽ ധാരാളം പാട്ടുകളുണ്ട്, നമുക്കറിയാം. ഈ പടത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മലയാള സിനിമാ ഗാനങ്ങളിൽ ഏറ്റവും എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്ന പാട്ടുകളിൽ പലതുമാണ് ഈ പടത്തിലുള്ളത്. ഈ പാട്ട് സുധീഷ് പറഞ്ഞ പാട്ട് ഇപ്പോൾ ഞാനിവിടെ പാടാം. എല്ലാവരും ഓർക്കണം, എസ് ജാനകി പാടിയ പാട്ടാണ്. ഇതിവിടെ ഞാനാണ് പാടുന്നത്. അതുകൊണ്ട് എസ് ജാനകിയോളം നന്നായില്ല എന്നൊന്നും പറയാൻ പാടില്ല. അഞ്ഞന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുരവാതിൽ
ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. ചാന്തും തൊട്ടു ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കല്യാണമണി ദീപം കൊളുത്തി വെച്ചു. അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുറവാതിൽ ഞാൻ കാത്തിരുന്നു. മുറിച്ചു വെച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. പുല്ലുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും, പുല്ലുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും, കള്ളനവൻ വന്നില്ല തോഴിമാരെ. അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുറവാതിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുറവാതിൽ ഞാൻ കാത്തിരുന്നു. ഓർക്കുക വല്ലപ്പോഴും ഭാസ്കരൻ മാഷിൻ്റെ ആദ്യകാല കവിതാ സമാഹാരത്തിൻ്റെ പേരാണ്. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ഒരു വാചകം അതാണ്, ഓർക്കുക വല്ലപ്പോഴും എന്നാണ്. പക്ഷേ അവസാന കാലമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മയൊക്കെ പോയി. അദ്ദേഹത്തിന് ആരെയും തിരിച്ചറിയാൻ കഴിയാതെയായി. അൽഷൈമേഴ്സ് എന്നുള്ള അസുഖം വന്നു. മറവി രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. എപ്പോഴും ഈ ഓർമ്മയെക്കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുമായിരുന്നു, ഓർക്കുക വല്ലപ്പോഴും. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളുടെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഈ പാട്ടിൽ നിന്ന് ഫിലോസഫി മനസ്സിലാക്കിയ ഒരാളാണ്. സാഹിത്യകൃതി വായിച്ചിട്ടല്ല, പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ചില ഫിലോസഫിയുണ്ട്. അങ്ങനെ എന്നെ ഫിലോസഫി, ഒരു ജീവിതത്തിൻ്റെ ലളിതമായൊരു ഫിലോസഫി പഠിപ്പിച്ചൊരു പാട്ടാണ് എം ടി വാസു എന്നൊരു തിരക്കഥ എഴുതിയ മുറപ്പെണ്ണ് എന്നുള്ള സിനിമയിലെ കരയുന്നോ പുഴ ചിരിക്കുന്നു എന്നുള്ള പാട്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ
പുറക്കാതിരിക്കലാണ് അതിലെളുപ്പം എന്ന് പറയുന്നുണ്ട്. അപ്പം മറവിയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും അദ്ദേഹം ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തിയ ഒരു പാട്ടാണ് മുറപ്പെണ്ണിൽ ചിദംബരനാഥ് സംഗീതം നൽകി ആ പാട്ട്. സപ്പോർട്ട് ചെയ്തോ വായിക്കണമെന്നില്ല, മനസ്സിലായി. കടനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിലല തല്ലും ഓളങ്ങളെ, കടനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തല തല്ലും ഓളങ്ങളെ, തീരത്തിനറിയില്ല മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. മറക്കുവാൻ പറയാ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറക്കുവാൻ പറയാ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. കെ രാഘവൻ എന്നുള്ള അസാമാന്യ സംഗീതജ്ഞൻ്റെ ശിഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട വി.ടി. മുരളി. രാഘവ മാഷുമായിട്ട് എനിക്കൊരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ രാഘവ മാഷോട് ഞാൻ ഒരു സംഗീത കുതുകി അല്ലെങ്കിൽ ആസ്വാദകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പാട്ടുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാടുന്ന ഒരു പാട്ടുകാരനാണ് വി.ടി. മുരളി എന്നാണ്. വേറൊരു പാട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് ബ്രഹ്മാനന്ദനെ കുറിച്ചാണ്. നീലക്കുയിൽ എന്നുള്ള സിനിമ 1954 മലയാളത്തിൽ വരുമ്പോൾ ആ സിനിമ ഉണ്ടാക്കിയ ഒരു സാംസ്കാരിക വ്യതിയാനമുണ്ട്. അത് പല തരത്തിലാണ്, സംഗീതത്തിൽ, സിനിമയിൽ, അതുപോലെ അഭിനയത്തിൽ, അങ്ങനെയൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയൊരു സിനിമയാണ് നീലക്കുയിൽ. നീലക്കുയിൽ 8 പാട്ടുകളുണ്ടായിരുന്നു. 8 പാട്ടുകളും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള പാട്ടുകൾ അതിന് മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ആ പാട്ടുകളുടെ ഒരു അപൂർവത എന്ന് പറയുന്നത്, ഇപ്പം എങ്ങനെ നീ മറക്കും കുയിലെ എന്നുള്ളൊരു ശോകഗാനം, എല്ലാവരും ചൊല്ലണ് കുയിലിനെ തേടി എന്നുള്ള നാടൻ മട്ടിലുള്ള 2 പെൺപാട്ടുകൾ ജാനമ്മ ഡേവിഡ് പാടിയത്. പിന്നെ ജിഞ്ചക്കം താരോ എന്നുള്ള ഒരു സംഘഗാനം, അന്യഭാഷയിൽ സലിൽ ചൗധരി വന്നിട്ട് ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞത്, ഇങ്ങനെയൊരു സംഘഗാനം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നാണ് സലിൽ ചൗധരി രാഘവ മാഷെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. പിന്നെ മാനെന്നും വിളിക്കില്ല എന്ന് മെഹബൂബ് എന്നുള്ള അന്നത്തെ തമാശ പാട്ടുകാരനെ കൊണ്ടൊരു റൊമാൻറ്റിക് പാട്ട് പാടുകയാണ്. ഇന്നും നമ്മുടെ മനസ്സിൽ ആ പാട്ടുണ്ട്.
പിന്നെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ. അത് മലയാളികളുടെ ക്ലാസിക് മാപ്പിള ഗാനമാണ്. അങ്ങനെ ഒരു പാട്ട് പാടാൻ രാഘവൻ മാഷിന് മാത്രമേ അങ്ങനെ കഴിയുകയുള്ളൂ. അത് ഇന്നും നിലനിൽക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ആ പാട്ട് എഴുതിയ ഭാസ്കരൻ മാഷ് മോയിൻകുട്ടി വൈദ്യരെ അതിശയിച്ചു എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. ചേറും ഹുറിയും നെയ്ച്ചോറും കമ്പിയും കമ്പും വെയിലും എരിയും വെയിലത്ത് കയ്യിലും ഒക്കെ കൂടിയായിട്ട് ഈ മാപ്പിള നിഘണ്ടുവിൽ നിന്ന് അദ്ദേഹം എടുത്ത ആ വരികൾ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു വിന്യാസ ഭംഗി, അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹം തന്നെ സംഗീതം നൽകി, അദ്ദേഹം തന്നെ പാടി. വയസ്സുകാലത്തും അദ്ദേഹം വന്നിട്ട് ഇവിടെ വില്യാപ്പള്ളിയിൽ പാടിയ വേദി ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ആ പാട്ട് അങ്ങനെ രാഘവ മാഷുടെ ശൈലിയിൽ പാടുവാൻ രാഘവ മാഷുമായി അത്രയേറെ സഹപതിച്ച മുരളിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകലിക്കിയ സുന്ദരിയെ കേൾക്കാം. ഞാൻ ശോകത്തിൽ നിന്നൊന്നും അങ്ങോട്ട് മാറിയതാണ്. എനിക്ക് നേരത്തെ ലിസ്റ്റ് വന്ന വേറെ പാട്ടാണ്. അപ്പം ഞാൻ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് കുറേ ഇങ്ങനെ ദുഃഖിപ്പിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഈ പാട്ടിനെ കുറിച്ച് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. ഈ വാക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രാസം എന്ന് പറയുന്നത്. അതായത് നമ്മളതിനെ കമ്പി കഴുത്ത്, വാൽക്കമ്പി, വാലിന്മേൽ കമ്പി എന്നൊക്കെയാണ് പറയുക. പക്ഷെ ആ പ്രാസത്തിൽ ഇതിൽ വളരെ പാലിച്ചിട്ടുള്ളൊരു പാട്ടാണിത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വമ്പെഴും നിൻ്റെ എന്ന് പറഞ്ഞ പോലെ അമ്പ എന്നുള്ള അക്ഷരമൊക്കെ വമ്പെഴും നിൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. എല്ലാം അമ്പ എന്നുള്ള അക്ഷരമാണ്. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കേളി ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ കൂറി നിന്നുടെ കയ്യിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊടി ഏറെയുണ്ട്. ഇങ്ങനെ പ്രാസം കൊണ്ടിങ്ങനെ ഭയങ്കര അതിൻ്റെ ഒരു ഒരു വലിയൊരു മനോഹാരിത സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ രാഘവ മാഷ്കന്നെ ഈ പാട്ട് പാടാൻ പറ്റുള്ളൂ. അത് ഒരു അന്ധവിശ്വാസം കൊണ്ട് പറയുന്നതല്ല. അത് ഒരേ സ്ഥലത്ത് പാടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. ട്യൂൺ ഒന്നേ ഉള്ളൂ. ട്യൂൺ ഒറ്റ പല്ലവിയിലെ ട്യൂൺ തന്നെയാണ് അവസാനം വരെ പാടുന്നത്. പക്ഷേ ഒരേ സ്ഥലത്താണ് പാടുന്നത് അവസാനം വരെ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ കൂറിനുടെ കയ്യിലാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിനാ. വമ്പെഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടം
വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. ഈ പാട്ടിനെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട്, സുധീഷ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഏതോ ഒരു ഇതുപോലെ ഒരു സദസ്സിൽ ഏതൊരു ക്യാമ്പിലോ വെച്ചിട്ട് ഭാസ്കര മാഷോട് ചോദിച്ചത്രേ, കായലരികത്ത് വലയെറിയില്ലല്ലോ, കായലല്ലേ വലയെറിയാന്ന്. അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചത്രേ മാഷ് പറഞ്ഞത്രേ, കായലിൽ വലയെറിഞ്ഞാലേ മീൻ കിട്ടും, കായലിൽ അരികത്ത് എറിഞ്ഞാലേ പെണ്ണിനെ കിട്ടുകയുള്ളൂ എന്നറിയാത്രേ. ഇത് പെണ്ണിനെ പിടിക്കുന്ന വലയാണ്. അതാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാട്ട് ഞാൻ ആദ്യം ഇത് സുധീഷ് ആദ്യം പറയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി പാടേണ്ട പാട്ടാണിത്. ഞാനൊരു പ്രാവശ്യം പാടാം, നിങ്ങളെല്ലാവരും കൂടി ഏറ്റു പാടിയാൽ മതി, ഒറ്റ 4 വരി മാത്രം. കായലരികത്തു വലയെറിഞ്ഞപ്പോ വലകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്തു വലയെറിഞ്ഞപ്പോ വലകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ആരും പാടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഈ ആളുകൾക്ക് ഞാൻ നേരത്തെ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മളെ സ്വാഗതം പറയുമ്പോൾ ഓരോരുത്തരെ വലിയ വലിയ ആളുകളൊക്കെയാണ്, ഒരു കൈയടിക്കാൻ എന്തൊരു മടിയാണ്. ഒരു കൈയടിച്ചു പോയാൽ ഇപ്പം എന്തപ്പോൾ കുഴപ്പം, എന്നെ സുധീഷിനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ പക്ഷെ ഒരു കൈയെല്ലാം അടിക്കുന്നൊരു സന്തോഷമാണ്. ഒന്നുമില്ല ജയപാലെങ്കിലും ഒരു സന്തോഷമല്ലേ? ഓക്കെ. ഇപ്പം പറഞ്ഞതുപോലെ വേറൊരു ഭാസ്കരൻ മാഷോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം ഒരു നടനാണ്, അദ്ദേഹം അവതാരകനായിട്ടൊക്കെ TV പണ്ട് വന്ന ഒരാളാണ്, വളരെ പോപ്പുലറായിട്ടുള്ള നടനാണ്. അദ്ദേഹം ഒരിക്കൽ ഭാസ്കരൻ മാഷോട് ചോദിച്ചു പോലും. അത് ചോദ്യം എങ്ങനെയാണ്, ഞാൻ 2 വരിയൊക്കെ ഒന്ന് പാടിക്കോട്ടെ. കാനന ശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. എനിക്ക് ഇത്ര കയ്യടി നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാന പാലകൻ നീയല്ലോ. അദ്ദേഹം പാടി താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്നുള്ള ക്രിസ്തീയ ഗാനമാണ്. പഴയ പാറപ്പുറത്തിൻ്റെ സിനിമയിൽ ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടാണ്. ഇതാണ് അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, കാനന ശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ് പോലും, ഈ ശലഭത്തിന് കണ്ട ഉണ്ടാവുമോ തൊണ്ട ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഭാസ്കരൻ മാഷ് എന്താണ് അതിന് ഉത്തരം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് കണ്ടിട്ടില്ല. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ആ പൊട്ടൻ അങ്ങനെ ചോദിച്ചു. ഭാസ്കരൻ മാഷ് എന്താ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടെ? ഭാസ്കരൻ മാഷ് പറഞ്ഞിട്ടുണ്ടാവും, ഭക്ഷിക്കുന്ന കുടിക്കുന്ന ഏത് ജീവിക്കും തൊണ്ടയുണ്ടാവുമല്ലോ. അപ്പോൾ കാട്ടിലെ പൂമ്പാറ്റക്കും തൊണ്ടയുണ്ടാകും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അടുത്ത ചോദ്യത്തിലേക്ക് അദ്ദേഹത്തെ അനുവദിച്ചിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ആ വരികളുടെ ഒരു വലിയ പൊരുളാണ്. കാനന ശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. ഇത് കേട്ട ഒരു മലയാളം വിദ്യാർത്ഥി, ഒരു മലയാള അധ്യാപകൻ ധരിക്കും ഈ കാകളി എന്ന് പറഞ്ഞാൽ മാത്രമേ 5 അക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്ത് ഈരടിക്ക് ചൊല്ലാൻ കാകളി എന്നുള്ള വൃത്താന്ന് ധരിക്കും. അത് ശലഭത്തിൻ്റെ തൊണ്ടയിൽ ഇയാളെന്തിനാ നിറച്ചെന്ന് ചോദിക്കും. അതല്ല കാകളി. കാകളി എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ട്. ശലഭം മലയാളം ഭാഷ എന്ന് വിചാരിക്കില്ല. അതെ അതെ, ശലഭം സാഹിത്യം പഠിക്കുകയാണ്. കാകളി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ഠത്തിന് ഉച്ചരിക്കുവാൻ പ്രയാസമുള്ള ഏറ്റവും മധുരമായ ലീനധ്വനി എന്നാണ് കാകളിക്കുള്ള ഏറ്റവും വലിയ അർത്ഥം. അത് കാട്ടിലെ ശലഭത്തിൻ്റെ കണ്ഠത്തിൽ നിറച്ചവൻ നീയല്ലോ താത എന്ന് പറഞ്ഞുകൊണ്ട് ആ താതനെ പ്രണമിക്കുകയാണ് ഭാസ്കരൻ മാഷ ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെ. അതിൽ ടാഗോറിൻ്റെയൊക്കെ വലിയ സ്വാധീനമുണ്ട്. ഉദ്യാനപാലകൻ എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. ഉദ്യാനപാലകൻ ടാഗോറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ടാഗോർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഉദ്യാനപാലകൻ. അങ്ങനെ വലിയൊരു സ്വാധീനം ചങ്ങമ്പുഴയുടെയും ടാഗോറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളിലുണ്ട്. പക്ഷെ ഒരിക്കലും ഈ പ്രയോഗങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് അത് തൻ്റേതായ രീതിയിൽ സ്വാംശീകരിക്കല്ലാതെ ഒരിടത്തും അനുകരിച്ചിട്ടില്ല. അതാണ് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം.
ഈ സുധീഷ് പാടിയതിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. കമൻ്റ് അല്ല കേട്ടോ. സുധീഷ് ഒരിക്കൽ സുകുമാർ ആയിക്കോട് മാഷ് ഒരു പ്രസംഗത്തിൽ സുധീഷിനെ കൊണ്ട് പറയാണ്, സുധീഷ് എന്തൊരു ഭംഗിയായിട്ടാണ് പാടുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാഷ് വെച്ച് വേറെ പാട്ടൊന്നും കേട്ടിട്ടില്ലേ. ഓക്കെ ഓക്കെ. ഈ പാട്ട്, ഈ താമരക്കുമ്പിളെല്ലാം എന്നുള്ള പാട്ടൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ യുവജനോത്സവം, അന്ന് സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ സിനിമാ പാട്ട് പാടായിരുന്നു. ഇപ്പം അത് പറ്റില്ല. ഇപ്പം ഒരേ പാട്ട് എല്ലാ വർഷവും പാടിക്കൊണ്ടിരിക്കണം. ഇപ്പം പണ്ടങ്ങനെയല്ല. അപ്പം അതിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു ഇത്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാനി സംഗീത മധുപകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ ദേവാ. ദേവാ
ഈ പാട്ടിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. സംഗീതം നൽകിയത് ബാബുരാജാണ്. ബാബുരാജ് അന്നത്തെ മദുരാശിയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ രോഗാതുരനായിട്ട് കിടക്കുകയാണ്. മരണം അടുത്തെത്തി. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്നത്തെ സിനിമയിലുള്ള ആളുകളൊക്കെ ചെല്ലുന്നുണ്ട്. ഒരാൾ ചെന്നു. അദ്ദേഹം ബാബുരാജിൻ്റെ വലിയൊരു ആരാധകനാണ്. ബാബുക്കയുടെ കട്ടിൽ ഇരുന്നിട്ട് അദ്ദേഹം ഈ പാട്ട് പാടിയപ്പോൾ അവശനിലയിലും ബാബുക്ക പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് കിടന്ന കിടപ്പിൽ ഒന്ന് തല ഉയർത്തിയിട്ട് ഈ പാട്ട് ഏറ്റുപാടുകയാണ്. ആ വരികൾ: പൂമണമില്ലല്ലോ, പൂന്തേനുമില്ലല്ലോ, പൂജക്ക് നീ എന്നെ കൈക്കൊള്ളുമോ എന്നുള്ള വരികളാണ്. എന്നിട്ട് ഈ കാണാൻ ചെന്ന ആളോട് ചോദിച്ചു പോലും, പടച്ചോൻ എന്തിനാണ് എന്നെ ജനിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാട്ടിങ്ങനെ ഏറ്റുപാടിക്കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് കെ.ടി. മുഹമ്മദ് ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആയിരിക്കാം. ഭാസ്കരൻ മാഷ് കൊടുങ്ങല്ലൂരുകാരനാണ്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ദേശങ്ങളെയും ഗ്രാമങ്ങളെയും അദ്ദേഹത്തിന് അറിയായിരുന്നു. ഏത് ദേശത്തെയും മനുഷ്യരുടെ സംസ്കാരം അദ്ദേഹത്തിന് അറിയായിരുന്നു. കേരളത്തിൽ മലയാളികളുടെ കേരളീയത എന്നുള്ളത് അമൂർത്തമായൊരു സംഗതിയാണെങ്കിലും ഈ കേരളീയത പാട്ടിലേക്ക് കൊണ്ടുവന്നത് ഭാസ്കരൻ മാഷാണ്. അത് നമ്മൾ മറ്റു പാട്ടെഴുത്തുകാരിൽ പിന്നീട് വന്ന ശ്രീകുമാരൻ തമ്പിൽ ആ കേരളീയത മൂർത്തമായിട്ട് കാണുകയുള്ളൂ. ഭാസ്കരൻ മാഷാണ് കേരളീയത കൊണ്ടുവന്നത്. ഈ ദേശങ്ങളുടെ സംസ്കാരം എങ്ങനെയാണ് ഈ മനുഷ്യൻ പിടിച്ചെടുത്തതെന്ന് എനിക്ക് വലിയ അത്ഭുതമാണ്. കൊടുങ്ങല്ലൂരുകാരനാണ് അദ്ദേഹം. കോഴിക്കോട് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം വടകരയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മനുഷ്യരുടെ മുദ്രകൾ അദ്ദേഹത്തിന് അറിയാം. സ്വന്തം മുദ്രകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മുടെ വടകരയെക്കുറിച്ച് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെരി ഗുഡ്. സുറുമ വിൽപ്പനക്കായിട്ട് വന്ന ഒരാൾ, യേശുദാസാണ് അഭിനയിച്ചത് കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സിനിമയിൽ. അതെ, പണ്ടൊക്കെ ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് പുതുപ്പണം കെ ഉമ്പിച്ചി സുറുമ എന്നുള്ള ബോർഡ് കാണാറുണ്ടായിരുന്നു, അല്ലേ? പുതുപ്പണം കെ ഉമ്പിച്ചി സുറുമയൊന്നും ഇന്നില്ല. ഇന്ന് പെണ്ണുങ്ങൾ സുറുമ എഴുതാറുണ്ടോയെന്നും എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. പക്ഷെ അങ്ങനെ സുറുമ വിൽക്കാൻ വേണ്ടി കൊല്ലം, കോട്ടയം, കണ്ണൂർ, വടകര എന്നീ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സുറുമ വിൽപ്പനക്കാരനെക്കുറിച്ച് ഭാസ്കരൻ മാഷ് ഒരു പാട്ട് എഴുതി. നമ്മുടെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ പാട്ട് കേട്ടിട്ട്, വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടി പിട്ടി നടക്കുന്നു. ഞാൻ ഇവിടെ എന്താ വടകര എന്താ അടിയില്ല നോക്കുമ്പോൾ അടി ആണുങ്ങൾ തമ്മിലല്ല, പെണ്ണുങ്ങൾ തമ്മിലാണ്. മുതുകിഴവിയും ചെറു യുവതിയും കൂടിയിട്ടാണ് അടി. എന്തിന്? സുറുമ വാങ്ങാൻ വേണ്ടിയിട്ട്. അവനൊരു പാട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ആ പാട്ടാവട്ടെ. ഞാൻ ഈ പാട്ട് ആദ്യം പാടാണ് കേട്ടോ. ആവട്ടെ, പൊറുക്കണം ഇതൊക്കെ. നല്ല സുറുമ കൊച്ചു സിന്ദൂര പൊട്ട് തൊട്ട് മന്ദാര കണ്ണിനയിൽ സുന്ദരി മാരണിയും സുറുമ. നല്ല സുറുമ, നല്ല സുറുമ. മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാ. മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ. മുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി ഞൊടിക്കുള്ളിൽ പെണ്ണുകെട്ടം നടത്തിക്കും സുറുമ. നല്ല സുറുമ, നല്ല സുറുമ. മറുനാട്ടിലും മലനാട്ടിലും പേര് കേട്ട സുറുമ.
മറുനാട്ടിലും മലനാട്ടിലും പേര് കേട്ട സുറുമ. ഒരു പല്ല് പോയ കിഴവി കണ്ണിൽ തെല്ല് സുറുമ എഴുതി. ഒരു പല്ല് പോയ കിഴവി കണ്ണിൽ തെല്ല് സുറുമ എഴുതി. മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി. ഒരു പല്ല് പോയ കിഴവി കണ്ണിൽ ചൊല്ലു സുറുമ എഴുതി. മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി. ഒരു കണ്ണി പെണ്ണന്റെ സുറുമ വാങ്ങിച്ചു. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി. ഒരു കണ്ണി പെണ്ണന്റെ സുറുമ വാങ്ങിച്ചു. ഉണ്ടായ കണ്ണിലിത് 2 ദിനമെഴുതിയപ്പോൾ തണ്ടുലയും താമരകൾ കണ്ടു കണ്ണിലാകെ. ആരിക്കു വേണം സുറുമ, ആരിക്കു വേണം, ആരിക്കു വേണം സുറുമ, ആരിക്കു വേണം. ചുരുക്കത്തിലൊരു ദിനം കൊല്ലത്തണഞ്ഞു തിരക്കിട്ട് തെരുവീതി തെണ്ടുമ്പോൾ കണ്ണാടി കരിയൊരുതി സുന്ദരി മണി വന്നെത്തി. കണ്ണിൽ ഞാൻ സുറുമയെഴുതിച്ചു. എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു. കണ്ണൂര് ചെന്നപ്പോ പെണ്ണൊരുട്ടി വാങ്ങി ഞമ്പട സുറുമ കണ്ണി തേച്ച്. മയ്യത്തായി കിടന്നൊരു മണ്ണുണ്ടോ, മയ്യത്തായി കിടന്നൊരു പുരുഷനല്ലോ. അയ്യാ എഴുന്നേറ്റ് കൂടെ വന്നേ വന്നേ. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടിപിടി നടക്കുന്നു. മുതുകിഴവിയും ചെറുയുവതിയും കരിവശീതു വാങ്ങാൻ. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടിപിടി നടക്കുന്നു. മുതുകിഴവിയും ചെറുയുവതിയും കരിവശീതു വാങ്ങാൻ. നാടായ നാട്ടിലെല്ലാം നാളികലോചനമാർ വീടും കുടിയും വിറ്റ് സുറുമ വാങ്ങിക്കും. വാങ്ങിക്കും സുറുമ വാങ്ങിക്കും. ഊരായാലതിൽ വീട് വേണം, ഒരു വീടായാലൊരാണ് വേണം. ആണായാൽ കൂടെ പെണ്ണ് വേണം, ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം. ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം. നല്ല സുറുമ. ഈ പാട്ട് രംഗത്ത് പാടുന്നതും യേശുദാസാണ്. യേശുദാസ് പാടിയ പാട്ടാണ്. രംഗത്ത് പാടുന്നതും യേശുദാസ് തന്നെയാണ് അല്ലേ? ഭാസ്കരൻ മാഷ് പ്രണയിനിയെ വിശേഷിപ്പിക്കുക പ്രാണസഖി എന്നാണ്. വയലാറ് നിത്യകാമുകി എന്നൊക്കെ വിളിക്കും. ശ്രീകുമാരൻ തമ്പി ഹൃദയേശ്വരി എന്ന് വിളിക്കും. ONV കുറുപ്പ് ഉൾനാടൻ പെൺകിടാവെ എന്ന് വിളിക്കും. ഒരു ഉൾനാടൻ പെൺകിടാവിനെ പാടിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. മാതളത്തേനുണ എന്നുള്ള പാട്ടിൽ ONV ഉൾനാടൻ പെൺകിടാവെ എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ല സോറി, പൊന്നരളിപ്പൂ എന്നുള്ള പാട്ട്. ഭാസ്കരൻ മാഷ് അതിൽ കവിഞ്ഞൊന്നും വിശേഷിപ്പിക്കില്ല. പ്രാണസഖി എന്ന് പറഞ്ഞാൽ പ്രാണം പറിച്ചുകൊണ്ട് പോകുന്ന സഖിയാണ്. അതാണ് പ്രാണസഖിക്ക് ലളിതമായ അർത്ഥം. ആ പാട്ട് പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എന്നുള്ള പാട്ട് ഇടയ്ക്കൊക്കെ തോന്നും അത് ബാബുരാജിന് വേണ്ടി തന്നെ എഴുതിയാണ്. ബാബുരാജിൻ്റെ സംഗീതം ബാബുരാജിന് വേണ്ടി എഴുതിയ പാട്ടാണോ എന്ന് തോന്നും. പാമരനാം പാട്ടുകാരൻ എന്ന് അദ്ദേഹത്തെ ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നും. ചില പാട്ടുകൾ അങ്ങനെയാണ് ഭാസ്കരൻ മാഷ് എഴുതിയത്. അത് ബാബുരാജിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ എന്നുള്ള പാട്ട് കേട്ടാൽ അത് ബാബുരാജിന് വേണ്ടിയുള്ള പാട്ടാണ്. ഈ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എന്നുള്ളതും ബാബുരാജിന് വേണ്ടിയുള്ള പാട്ടാണ്. അതിൽ
എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. മലയാളം കണ്ട മധുരിതമായ പ്രേമഗാനങ്ങളിലൊന്നാണ് ഈ പ്രാണസഖി. ഏറ്റവും മികച്ച പ്രണയഗാനങ്ങൾ എഴുതിയ ഒരാൾ ഭാസ്കരൻ മാഷാണ്. മറ്റുള്ളവർ എഴുതിയിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ പാട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോന്ന് എത്ര പെണ്ണുങ്ങളോട് ഞാൻ അക്കാലത്ത് ചോദിച്ചിട്ടുണ്ടെന്നറിയോ ഈ പാട്ട് പാടിയിട്ട്. അപ്പം നീ എന്നെ കുതിച്ചു പോകൂ. അതാണ് മുഴുവൻ പാടിയാൽ മതി. ഞാൻ പറഞ്ഞില്ല വേറെ പാടുന്നത്. ഞാൻ അവരോടും ചോദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് സുന്ദര വസന്തരാവില് കുഴപ്പമില്ല, നീ പാടിയാൽ മതി. ചതിക്കല്ല. അല്ല, ഞാൻ ഇതുവരെ ഒരു പെണ്ണുങ്ങളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ. എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ. ൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. ഈ സാഹിത്യകൃതികൾ പ്രാണസഖിയിൽ തന്നെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. ഇപ്പം ഇതിനകത്ത് ആദ്യം ഒരു പ്രാണസഖി വിളിയുണ്ട്. പ്രാണസഖി എന്നൊരു വിളിയുണ്ട്, അത് പാടാം. പ്രാണസഖി പ്രാണസഖി പ്രാണസഖി. ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി വേണ്ട. ഒരു പ്രാണസഖിയോട് വരൂ. എന്താ? ഒരു പ്രാണസഖിയോട് വരാനുണ്ട്. അത് വീട്ടിൽ മുരളി തന്നെ പാടും. ഏതാ? അദ്ദേഹം പാടിയ മറ്റുള്ളവരുടെ പാട്ടുകൾ അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു എന്താ അതിന് പറയുക, ഒരു ചൈതന്യം കൊടുക്കും. അത് അധികം പാട്ടുകാർക്കൊന്നും ഇല്ലാത്തൊരു, ഞാനിപ്പോൾ ഇദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തുന്നൊരു സംഗതിയൊന്നുമല്ല. കാരണം ഇദ്ദേഹത്തിന് പാട്ടും അറിയാം, സാഹിത്യവും അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ചൈതന്യം കിട്ടും ആ പാട്ടിന്. താമസമെന്തേ വരുവാൻ മലയാളത്തിലെ ഏറ്റവും അനശ്വരമായൊരു പാട്ടാണ്.
ആ പാട്ട് ഈ മനുഷ്യൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പാടിയത്. ഇപ്പോഴങ്ങനെ പാടുമ്പോൾ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് പാടിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നി ആ പാട്ട് പാടിയത്. പാടി ഞാൻ കേട്ടില്ല, ഞാൻ ഞെട്ടിപ്പോയി. യേശുദാസിനെ അതിശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ദൂരദർശൻ. ഈ സാഹിത്യകൃതികൾ സിനിമയാകുമ്പോൾ മിക്കവാറും ആ കാലത്ത് ഭാസ്കരൻ മാഷ് തന്നെയാണ് പാട്ട് എഴുതുക. ഭാസ്കരൻ മാഷിനെ അത് പറ്റുള്ളൂ. എന്താ വെച്ചാൽ കൃതിയുടെ അന്തരാത്മാവ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടെഴുതും. ഇപ്പം ബഷീറിൻ്റെ നീലവെളിച്ചെന്നുള്ള കഥ ഭാർഗവി നില എന്നുള്ള സിനിമയാകുമ്പോൾ അതിലുള്ള പാട്ട്, അതല്ല ഏത് പാട്ടെടുത്ത് നോക്കുകയാണെങ്കിലും അത് ബഷീറിൻ്റെ ഭാഷയുടെ ഒരു പ്രതിരൂപങ്ങളാണ്. ഏകാന്തതയുടെ അപാരതീരം അത് ബഷീറിൽ നിന്ന് എടുത്തതാണ്, പക്ഷെ വേറൊന്നും ബഷീറിൽ നിന്ന് എടുക്കുന്നില്ല. ഏകാന്തതയുടെ അപാരതീരമാണ് എടുക്കുന്നത്. പിന്നെ ബഷീറിൻ്റെ യാത്രയാണ് ആ പാട്ട് മുഴുവനും. മുന്നിൽ താണ്ടിയ വഴി അതിദൂരം, അങ്ങനെയുള്ള ആ ഒരു കാലയാത്രികൻ്റെ പാട്ടായിട്ടാണ് ഏകാന്തതയുടെ അപാരതീരം വരുന്നത്. അതുപോലെയാണ് താമസമെന്തേ വരുവാൻ. താമസമെന്തേ വരുവാനിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ഹേമന്ത യാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി, മാകന്ത ശാഖികളിൽ രാക്കിളികൾ മയങ്ങാറായി. ഈ ഹേമന്ത ശാഖയും രാക്കിളിയൊന്നും ബഷീറിൻ്റെ സാഹിത്യത്തിൽ നമ്മൾ വായിക്കില്ല. പക്ഷേ ഭാസ്കരൻ മാഷ് ആ ബഷീർ സാഹിത്യത്തിന് അത്തരം ചില പ്രയോഗങ്ങൾ കൊണ്ട് ഒരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല, പട്ടുറുമാൽ ഇളകിയല്ലോ എന്നാണ് അവസാനത്തെ വരി. എന്തിലാണ് പട്ടുറുമാൽ ഇളകിയത്? വീട്ടി എവിടെയാ പട്ടുറുമാൽ ഇളകിയത്? പട്ടുറുമാൽ ഇളകിയത് പട്ടുറുമാൽ ഇളകിയല്ലോ. പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. പാതിരാക്കാറ്റിൽ ഈ പാതിരാക്കാറ്റിൽ പട്ടുറുമാൽ ഇളകേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം അതൊരു മുസ്ലിം പെൺകുട്ടിയല്ല. പട്ടുറുമാൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പട്ടുറുമാൽ എന്നുള്ളത്. പക്ഷെ ഭാർഗവി നിലയത്തിൽ ഭാർഗവിയാണ്. ഭാർഗവിയുടെ പട്ടുറുമാൽ ഇളകില്ല. പക്ഷെ ഭാസ്കരൻ മാഷ് പട്ടുറുമാൽ കൊടുത്തു അവൾക്ക്. അത് ബഷീറിൻ്റെ കഥയായതുകൊണ്ടാണ്. പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. അത് മുരളിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതിന് വേറൊരു ചൈതന്യമാണ്. അതെ, ഈ പ്രാണസഖി പാടുമ്പോൾ കുഴപ്പമില്ല. ഈ രാഗങ്ങളൊക്കെ തമ്മിലുള്ള ചില റൂട്ടുകളൊക്കെ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ സുധീഷ് നോക്കട്ടെ. സുധീഷ് സാഹിത്യം നോക്കിയാൽ മതി. ഞാനിവിടെ പാടാൻ കഷ്ടപ്പെട്ടു. ഭാസ്കരൻ മാഷ് മരിച്ചിട്ട് 17 വർഷമായി. അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ കോഴിക്കോട് ഒരു അനുസ്മരണം നടത്തിയിരുന്നു. അതിൽ MT വാസുദേവൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ MT അവിടെ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു. ഒരു പാട്ടിനെ കുറിച്ചാണ്. ആ പാട്ട് മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവെങ്കിൽ മഞ്ഞളരച്ച് വെച്ച് നീരാടുമ്പോൾ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് എഴുതാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പാട്ട് എഴുതി പോലും ഭാസ്കരൻ മാഷ്. ഇവരൊരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പം ഈ സന്ദർഭം പറഞ്ഞു കൊടുത്തപ്പോൾ ഭാസ്കരൻ മാഷ് അടുത്ത മുറിയിൽ പോയിട്ട് 10 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതിയിട്ട് വന്നിട്ട് MT ഈ പാട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സംഗീതം വരുന്നതേ ഉള്ളൂ. അപ്പം അതിൽ ഇങ്ങനെയൊരു വരിയുണ്ട്. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ. അങ്ങനെയുള്ള ഈ വരി വായിച്ച് കേൾപ്പിച്ചിട്ട് ഭാസ്കരൻ മാഷ് MTയോട് ചോദിച്ചു പോലും, അങ്ങനെ ഒരു അമ്പലമില്ല, താന്നിയൂർ അമ്പലം എന്നൊരു അമ്പലമില്ല. അത് ഭാസ്കരൻ മാഷ് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കിയത് MTയുടെ നാട്ടിലൊരു താന്നിക്കുന്നുണ്ട്. MTയുടെ നാട് കൂടല്ലൂരാണ്. ഈ താന്നിക്കുന്നിൻ്റെ താന്നിയും കൂടല്ലൂരിൻ്റെ ഊരും എടുത്തിട്ട് താന്നിയൂർ എന്നുള്ളൊരു പുതിയ സ്ഥലം ഉണ്ടാക്കി. അവിടെ ഒരു അമ്പലവും പ്രതിഷ്ഠിച്ചു. അവിടെ കഴകക്കാരനെ പോലെ ചിങ്ങാണ് വരുന്നത്. വർഷത്തിലൊരിക്കലാണ് ചിങ്ങം വരിക. ഈ അമ്പലത്തിൽ വർഷത്തിലൊരിക്കലാണ് കഴകക്കാരൻ വരിക. അങ്ങനെയാണ് ഭാവന. എന്നിട്ട് ചോദിച്ചു പോലും, ആളുകൾക്കത് ഫീൽ ചെയ്യുമോ, അങ്ങനെ ഒരു അമ്പലം ഉള്ളതുപോലെ ഫീൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. MT ഉടനെ ഡബിൾ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട്. മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ കടവെങ്കിൽ മഞ്ഞളരച്ച് വെച്ച് നീരാടുമ്പോൾ. നമ്മൾ ഈ കേരളീയതയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ കേരളീയത എന്ന് പറഞ്ഞാൽ ഈ പാട്ടൊക്കെയാണ്.
ഇതൊന്നും ഇന്നില്ല. ഇതൊന്നും ചങ്ങമ്പുഴയിൽ നിന്നൊന്നും കടമെടുത്തൊന്നുമില്ല. ചങ്ങമ്പുഴ മഞ്ഞണിപ്പൂന്നില്ല പേരാറ്റം കടവെങ്കിലും മഞ്ഞളരച്ച് വെച്ച് നീരാടുമ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എല്ലാവരും ചങ്ങമ്പുഴയുടെ അനുകർത്താവാണ് പി ഭാസ്കരൻ എന്നൊക്കെ ആ കാലത്ത് വിമർശിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രയോഗങ്ങളാണ്, അദ്ദേഹം ഉണ്ടാക്കിയ വരികളാണ്. പക്ഷെ അതിലെന്തുണ്ട്? കേരളീയതയുണ്ട്. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു മണ്ഡപം കിനാവ് കാണുന്ന ഒരു പെൺകുട്ടി, കാത്തിരിക്കുന്ന പെൺകുട്ടികൾ, കാത്തിരിക്കുന്ന യുവതികൾ എത്രയേറെയാണ് ആ പാട്ടിൻ്റെ ലോകത്തിൽ. മഞ്ഞടി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളര ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞടി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളര ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞടി പൂനിലാവ് മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാര മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാര ധനുമാസം പൂക്കൈത മല ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കിനാവ് കണ്ട് കൊതിച്ചിരുന്നു. മഞ്ഞളി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളര ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞളി പൂനിലാവ് പാതിരാ പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിക്കും മലർമാസത്തിൽ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമര മാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയില കരമുണ്ടും കിനാവു കണ്ടേ മഞ്ഞളി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളര ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞളി പൂനിലാവ്. വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ ഒരു പാട്ടുകാരനായിരുന്നു ബ്രഹ്മാനന്ദൻ. അദ്ദേഹം ഒരു 90 സിനിമകളിലേ പാടിയിട്ടുള്ളൂ എങ്കിലും പാടിയ പാട്ടുകളൊക്കെ ഗംഭീരമാണ്. അദ്ദേഹം പാടിയതുപോലെയൊക്കെ പാടി ഫലിപ്പിക്കാൻ പലർക്കും പ്രയാസമാണ്. വലിയ ഗായകനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്
വലിയ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റിയില്ല. കാലം അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ബ്രഹ്മാനന്ദനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്, സിനിമയിലൂടെ പരിചയപ്പെടുത്തിയത് രാഘവൻ മാഷാണ്. മാനത്തെ കായലിൻ എന്നുള്ള പാട്ടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ശിഷ്യൻ്റെ ആവശ്യമാണ് ആ പാട്ട്. ഒരു മിനിറ്റ്. സാധാരണ ഇങ്ങനെ ഈ പ്രസംഗിക്കുമ്പോൾ പാടുമ്പോൾ ഒക്കെ ലിസ്റ്റ് ഒന്നല്ല, അതിൻ്റെ ഇങ്ങനെ കടലാസ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇത് നിർത്തണം എന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ഇത് നിർത്താനല്ല കേട്ടോ, ഒരു പാട്ടും കൂടി പാടാം. ഒരു 2 പാട്ട് കൂടി പാടിയിട്ട് അവസാനിപ്പിക്കട്ടെ. 4. ഓക്കെ. ഇതൊരു ശിഷ്യൻ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നുള്ള പാട്ട് പാടാൻ വേണ്ടി പറയുന്നു. വരിയില്ല കയ്യിൽ നോക്കണം. ഭാസ്കരൻ മാഷ് സ്വപ്നങ്ങൾ കൊണ്ട് പാട്ടെഴുതിയ ആളാണ്. ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നൊരു വാക്ക് സ്വപ്നവും കിനാവുമാണ്. കിനാവിൻ്റെ കുഴിമാടം, നിദ്രതൻ നീരാഴി. നിദ്രയും സ്വപ്നങ്ങളും, നിദ്രയും കിനാവും കൊണ്ടാണ് അദ്ദേഹം അധിക പാട്ടുകൾ എഴുതിയത്. അതുപോലെ ഈ ഭൂമിയും ആകാശവും കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരുന്നത്. കരിമുകൽ കാട്ടിലെ രജനീതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി. പണ്ട് ഈ കുട്ടിക്കാലത്തൊക്കെ രജനീതൻ വീട് എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു രജനി ഉണ്ടായിരുന്നു. ഞാൻ ധരിച്ചു അവളുടെ വീടാണെന്നാണ് ധരിച്ചു. രജനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊന്നും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുക അദ്ദേഹം. അപ്പോൾ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാൻ പറ്റുമോ? വിദ്യാധര മാഷല്ലേ? ന്യൂ മനീഷയിൽ പണ്ട് പഠിപ്പിച്ച ഒരു ശിഷ്യനാണ്. അത് അയാളുടെ മാത്രം ആവശ്യം കേട്ടോ. ഓക്കെ. വിദ്യാധര മാഷല്ലേ? വിദ്യാധര മാഷ. സ്വപ്നങ്ങളൊക്കെയും ന്യൂ മനീഷയിൽ ഞാൻ ആരെയും പഠിപ്പിച്ചില്ല കേട്ടോ. അതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ജീവന്റെ ജീവന കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം.
സങ്കൽപ്പ കേദാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം. കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മൾക്കായി പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഭാസ്കര മാഷ് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാട്ടെഴുതിയ ആളാണ്. ഒരുപാട് വീറുള്ള ഗാനങ്ങൾ, പദം പദം ഉറച്ചു നാം പാടിപ്പാടി പോവുക, പാരിൽ ഐക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ എന്നൊക്കെയുള്ള ഐക്യ കേരള ഗാനമൊക്കെ എഴുതിയ ആളാണ്. പക്ഷെ അദ്ദേഹം അന്നും ഖദറാണ് ധരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദർശ പുരുഷൻ മഹാത്മാഗാന്ധിയായിരുന്നു. അത് അവസാന കാലം വരെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർട്ടിയോട് വിയോജിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രത്തോട് എതിർപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഏകനായി ഇറങ്ങിപ്പോയി. ആവി വണ്ടി എന്നുള്ള കവിതയിലൊക്കെ നമ്മളത് വായിക്കും. ഞാനിതാ ഏകനായി യാത്രയാകുന്നു. പിന്നെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിയോജിപ്പായിരുന്നു. ഉടൻ വിപ്ലവം എന്നുള്ള ആശയത്തോടൊക്കെ അദ്ദേഹം വിയോജിക്കുകയായിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധിയെക്കുറിച്ച് അതിമനോഹരമായൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ തമസിലാണ്ട ഈ നൂറ്റാണ്ടിനെ വിളിച്ചുയർത്തിയ രാഷ്ട്രപിതാവേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ്. അത് ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ്. അതിന് സംഗീതം നൽകിയത് നമ്മുടെ പഴയ പാട്ടുകാരനായ KP ഉദയഭാനുവാണ്. അതിമനോഹരമായ സംഗീതവും അതിമനോഹരമായ ആലാപനവും ഒക്കെയാണ് യേശുദാസാണ് പാടിയത്. ഗാന്ധിയുടെ ജന്മശതാബ്ദിയിൽ കേട്ട ആ പാട്ട് മുരളി പാടും. ഇതൊരു മഹാത്മാ ട്രസ്റ്റിലെ നടത്തുന്നതല്ലേ പരിപാടി? മഹാത്മാ ട്രസ്റ്റ് അല്ലേ പരിപാടി നടത്തുന്നതല്ലേ? ആത്മാ തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ. അനുപദമനുപദം അണയാതിരുളിൽ കനകവിളക്കീത് സൂക്ഷിപ്പാൻ. അനുപദമനുദിനം അണയാതിരുളിൽ കനകവിളക്കീത് സൂക്ഷിപ്പാൻ. പവിത്രമാ സ്മൃതിയുടെ മുന്നിൽ, പവിത്രമാനിൻ സ്മൃതിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ, പ്രതിജ്ഞ ചെയ്യുന്നു. തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ രാഷ്ട്രപിതാവേ.
അഹിംസ തന്നുടെ കരവാളാലിനി അവനെ ചരിതം രചിപ്പാനും അഹിംസ തന്നുടെ കരവാളാലിനി അവനെ ചരിതം രചിപ്പാനും പ്രതിജ്ഞ ചെയ്വോ നിന്നോടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്വോ നിന്നോടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ. ഭാസ്കര മാഷ് എഴുതി രാഘവ മാഷ് സംഗീതം നൽകിയ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം മുരളിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സിനിമാ പാട്ടല്ല, അത് ആൽബമാണോ അല്ല നാടകഗാനാണോ? നാടകഗാനാണോ? ഏതാ നാടകം? ഏതാ നാടകം? നാടകത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. അതിമനോഹരമായ വരികളാണ്. അതാവാം. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. നോവും തിന്നു നോവും നോറ്റു രാവും പകലും ഞാൻ കാവൽ കാത്തു. നോവും
അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. ഉറൂബിനെ ഓർമ്മിക്കുകയാണ്. ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവൽ സിനിമയായപ്പോൾ ഭാസ്കരൻ മാഷിനെയാണ് സംവിധാനം ചെയ്തത്. ഭാസ്കരൻ മാഷിനെയാണ് പാട്ടുകൾ എഴുതിയത്. അതിലെ ഒരു പ്രശസ്തമായ ഗാനം ഉറൂബിനെ പാട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ഉറൂബിൻ്റെ ഭാഷയും ഉറൂബിൻ്റെ കഥാപാത്രങ്ങളൊക്കെ പാട്ടിലേക്ക് വരികയാണ്. ആറ്റിനക്കരെ അക്കരെ ആരാണോ, മായൻ്റെ കാഴ്ചപ്പാടിലുള്ള പാട്ടാണ്. മായനും ഉമ്മാച്ചുവും ബീരാനും ഒക്കെ ഒന്നിച്ച് കളിച്ച് വളർന്നു. പക്ഷേ ബീരാൻ ഉമ്മാച്ചുവിനെ കെട്ടി മായൻ ദുഃഖിതനായി. മായൻ ഇങ്ങനെ ഈ ആറ്റിൻ്റെ അക്കരെ ഉള്ള അവളെ സങ്കല്പിച്ചുകൊണ്ട് എത്താത്ത ഒരു സ്വപ്നത്തെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അതാണ് ആ പാട്ടിലേക്ക് വരുന്നത്. രാഘവ മാഷാണ് സംഗീതം. അതിമനോഹരമായ പാട്ടാണ്. ഇതൊക്കെ ശരിക്ക് നമ്മളുടെ ഒരു രീതി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ പാട്ടുകളുടെയും രാഗം അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. ഇപ്പോൾ ഏതാണ് രാഗം എന്ന് വെറുതെ രാഗത്തിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്തവരും ചോദിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇതൊക്കെ രാഗാധിഷ്ഠിതമല്ല, മറിച്ച് വ്യത്യസ്തമായ ചില സംസ്കാരങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്, ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇത് ബംഗാളിൻ്റെ ഈ രവീന്ദ്ര സംഗീതം എന്നൊക്കെ പറയുന്ന ആ ഒരു ശാഖയിൽ അവരുടെ ഒരു രീതിയിലാണ് ഈ പാട്ടിൻ്റെ നിർമ്മിതി രാഘവ മാഷ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് പാടാനോർത്തൊരു മധുരിത ഗാനം എന്ന പാട്ടൊക്കെ. അതെന്താ കാര്യം വെച്ചാൽ അദ്ദേഹം ഡൽഹി AERൽ ഒരുപാട് കാലം കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത്. ആ സമയത്ത് രവീന്ദ്ര സംഗീതത്തിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് അവിടെ. അങ്ങനെ ധാരാളം അത് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ കേരളത്തിൻ്റെ ഒരു സംഗീതവുമായി സമന്വയിപ്പിക്കാമെന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആറ്റിനക്കരെ ആരാണോ
നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഭാസ്കരൻ മാഷ് ഒരു ദേശീയ ഗാനം നമുക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ദേശഭക്തി ഗാനമാണത്. അത് ആലപിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കൂടെ പാടിയാൽ വളരെ നന്നായിരിക്കും. സംഘഗാനമാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാലും വലിയ സന്തോഷമായിരിക്കും. ഞാൻ എഴുന്നേറ്റിക്കൂല. നീ പെട്ടെന്ന് പറയുന്നുണ്ട്. ഇതിന് ആദ്യം ഒരു ഓർഡറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഓർഡർ മുഴുവൻ തെറ്റിച്ചു. അതാണ് അതിൻ്റെ പ്രശ്നം. സി പാട്ട് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ലോ എന്ന്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണ്. ഞാൻ തുടങ്ങിയിട്ട് എന്നെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ. വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ. വീടു പുതുക്കി പണിയും വരയും വിശ്രമമില്ലിനിമേ. വീടു പുതുക്കി പണിയും വരയും വിശ്രമമില്ലിനിമേ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ഗ്രാമം തോറും നമ്മുടെ പാദം ക്ഷേമം വിതറി നടക്കട്ടെ. കൂരകൾ തോറും നമ്മുടെ കൈത്തിരി കൂരിരുൾ കീറി മുറിക്കട്ടെ. അടിപതറാതി ജനകോടികൾ പുതുപുലരിയിലേക്ക് കുതിക്കട്ടെ. അലസതയരുടെ നമ്മുടെ ലക്ഷ്യം അരികെ അരികെ അരികെ.